നമസ്കാരം. ഇന്ന് നമുക്ക് ഏറെ പ്രിയങ്കരനായ അതിഥി ശ്രീ KG പരമേശ്വരൻ നായർ, അരനൂറ്റാണ്ടിലേറെ വ്യാപിച്ച സചേതനവും സാർത്ഥകവുമായ പത്രപ്രവർത്തന ദൗത്യം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദൃക്സാക്ഷി, നിരൂപകൻ, വിമർശകൻ, ആധികാരികമായി കേരള നിയമസഭയെക്കുറിച്ച് കേരള നിയമസഭ ചരിത്രവും ധർമ്മവും എന്ന ഗ്രന്ഥം രചിച്ച ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടൻ എന്നു തന്നെ പറയാം. പ്രബുദ്ധ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ KGയുടെ അസംഖ്യം ലേഖനങ്ങളും റിപ്പോർട്ടുകളും കാലത്തിൻ്റെ നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മലയാളികളുടെ ഓർമ്മയിലുണ്ട്. എല്ലാം ചോദിച്ചറിയാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് അങ്ങേയറ്റത്തെ നന്ദി ശ്രീ KG. അല്പം നാടകീയമായി തന്നെ തുടങ്ങാം. 35 വർഷക്കാലത്തോളം കേരള നിയമസഭയുടെ നടപടിക്രമങ്ങൾ തടസ്സമേതുമില്ലാതെ, മുടക്കമില്ലാതെ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിയമസഭയിൽ അങ്ങേ ഏറ്റവുമധികം ആകർഷിച്ച, ഏറ്റവും നാടകീയമെന്ന് പറയാവുന്ന 1-2 മുഹൂർത്തങ്ങൾ ഓർത്തുകൊണ്ടാകാം. എന്നെ ഏറ്റവും ആകർഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവമാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. അതായത് 1970 അച്യുതൻ മന്ത്രിസഭയുടെ കാലം. അന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ആ മുന്നണി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരത് ചേർന്നിട്ടില്ലായിരുന്നു. ഒരു 7 മാസം കഴിഞ്ഞ് അവരും കൂടെ പങ്കെടുക്കണം, ഭരണത്തിൽ പങ്കെടുക്കണം എന്നുള്ള അഭിപ്രായം വന്നു. അതനുസരിച്ച് കരുണാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചേരുന്നു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്നത് KT ജോർജ് ആയിരുന്നു. വളരെ ചെറുപ്പക്കാരനാണ്. ഒരു കോൺഗ്രസ്സുകാരനതിലുപരി ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രമല്ല, പ്രതിപക്ഷം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹം ആദരണീയനായിരുന്നു. അത്ര ആഭിജാത്യമുള്ള പെരുമാറ്റമൊക്കെ ആയിരുന്നു. ഞാൻ ധനകാര്യമന്ത്രിയായിരുന്നു അങ്ങനെ. അപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ 0 അവർ കഴിഞ്ഞിട്ട് ആണല്ലോ ബില്ലുകളൊക്കെ വരുന്നത്. അപ്പോൾ 0 അവറിലാണല്ലോ ഞങ്ങൾ അറിയാം, അത് മോഹനെ അറിയാം. 0 അവർ പിന്നെ MLA മാരും ഞങ്ങൾ പത്രക്കാരും ഒന്ന് ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിക്കും. അപ്പോൾ ഞാനും പിന്നെ ഹിന്ദുവിലെ കൃഷ്ണമൂർത്തി, ഈ അദ്ദേഹത്തിന് ഇന്നിൽ ജീവിച്ചിരിപ്പില്ല, ഞങ്ങൾ രണ്ടുമാണ് ഒന്നിച്ച് ക്യാൻറ്റീനിൽ പോയി കാപ്പിയെ കുടിച്ചിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ പഴയ നിയമസഭയാണ്, ഇപ്പോഴത്തല്ല, സെക്രട്ടേറിയറ്റാണ്. നടത്തളത്തിൽ നിൽക്കുമ്പോൾ, പുറംതളത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം കാപ്പിയെല്ലാം കുടിച്ചിട്ട് സിഗരറ്റൊക്കെ കുടിച്ച് കുറച്ച് പേര് കൂടി ഇപ്പോൾ MLA വല്ലാത്തുകൊണ്ട് തമാശ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹം ചായ പാനം കഴിഞ്ഞ് വരിക അല്ലേ എന്തായാലും ചോദ്യം. ഞാൻ പറഞ്ഞു അതെ, ഇവിടെ നിൽക്കുകയാണ് സൊറ പറഞ്ഞല്ലേ. ഞങ്ങൾ തമാശ പറഞ്ഞു, ഞങ്ങളും കൂടി അതിനകത്ത് സംഭാഷണത്തിൽ കൂടി. അപ്പോൾ ഏതാണ്ട് 0 അവർ തീരാറായി. അപ്പോൾ ഞാനൊരു 5 മിനിറ്റുള്ള ഞാൻ പറഞ്ഞു, സമയമായി പോകാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് അതെ, സമയമായി പോകാൻ അവസാനത്തെ വലിയ ഇത് വലിച്ചോട്ടെ എന്ന് പറഞ്ഞ് 2 വലി വലിച്ചിട്ട് ഇറങ്ങി എല്ലാവരും സമയത്തുകൊണ്ട് അകത്തോട്ട് പോയി. ഞങ്ങളും അത് കഴിഞ്ഞ് ഞങ്ങളും കൂടെ കയറി ഞങ്ങൾ പ്രശ്നമായിരുന്നു. അദ്ദേഹം ചെന്നു 2 മിനിറ്റ് കഴിഞ്ഞു, 0 അവർ കഴിഞ്ഞു. സ്പീക്കർ ഇദ്ദേഹത്തെ വിളിക്കുന്നു, ബില്ല് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് അവതരിച്ചൊരു 4-5 മിനിറ്റ് ബില്ലിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിവരിക്കുകയായിരുന്നു. ഞാൻ വിവരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ശബ്ദം നിലച്ചു, മുൻവശത്തോട്ട് കമിഴ്ന്ന് വീഴുന്നു. അത്ര തന്നെ. ഉടനെ തന്നെ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഉടനെ തന്നെ സെറിബ്രൽ ഹെമറേജാണ്, ജനറൽ മാറ്റുകയും ചെയ്യും. ഇദ്ദേഹം 2 മണിയോടെ അദ്ദേഹം മരിക്കുന്നു. ഇത് ഞാൻ സമയമായി പോകാൻ എന്ന് പറയുകയും അദ്ദേഹം അതേ സമയമായി പോകാൻ എന്ന് പറഞ്ഞ് അവസാനത്തെ വലിയ വലിച്ചോട്ടെ എന്ന് പറഞ്ഞു പോകും. ഇത് അറം പറ്റിപ്പോയോ എന്ന് എനിക്ക് വിഷമുണ്ട്. എന്നെ വളരെ വേദനിപ്പിച്ച സംഭവമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ പല സംഭവങ്ങളും അസംബ്ലി വേറെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഡൈസി കയറി അധ്യക്ഷ വേദിയിൽ കയറി പ്രതിപക്ഷം പരാക്രമം കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യം കേരള നിയമസഭയുടെ എന്നല്ല, തിരുവിതാംകൂർ നിയമസഭയുടെ ആദ്യത്തെ സംഭവമായിരിക്കണം. അത് അച്യുതൻ്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലം 1969-70. അന്ന് അതിനു മുമ്പ് ഉണ്ടായിരുന്ന സപ്തകക്ഷി മുന്നണി
തെറ്റിപ്പിരിഞ്ഞു. അതെ. അപ്പോൾ ഇവരിങ്ങോട്ട് കോൺഗ്രസിൻ്റെ പിന്തുണ കൂടിയാണ് ഇദ്ദേഹം CPIയും RSP ഭരണത്തിൽ പങ്കെടുത്തില്ല, പക്ഷേ ഭരണത്തിൽ പിന്തുണയുണ്ട്. ചെറിയ പാർട്ടികളെല്ലാം ഉണ്ടാക്കി, മന്ത്രിസഭ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ഈ മുന്നണി ഭിന്നിച്ചതിൻ്റെയും ഇവർ അപ്പുറത്തോട്ട് പോയതിൻ്റെയും കോൺഗ്രസിൻ്റെ കൂടെ പോയതിൻ്റെയും ഒരു വൈരാഗ്യം, വിരോധം CPMനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് എവിടെയായാലും എന്ത് സംഭവം ഉണ്ടായാലും ഈ ഗവൺമെൻറ് ആക്രമിക്കാനുള്ള ഏതവസരവും അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സഭയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കും, ഭരണാധിപത്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഞങ്ങളുടെ മുൻവശത്തിരിക്കുന്ന ബാക്ക് ബെഞ്ചിൽ, അവരുടെ ബാക്ക് ബെഞ്ച് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു MLA, മാർക്സിസ്റ്റ് MLA മൊയ്തീൻ എന്ന് പറയും, ഇദ്ദേഹം എണീറ്റ് പെട്ടെന്ന് എണീറ്റ്, അല്ല അതിനു മുമ്പേ ആ ഒരു മെമ്പർ എണീറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു. അപ്പോൾ സ്പീക്കർ അവരം പറ്റിയോ? അദ്ദേഹം ചോദിച്ചു എന്താ കാര്യം? അല്ല അത് പിന്നെ പുറത്ത് ഞങ്ങളുടെ പേരിൽ പോലീസ് ലാത്തി ചാർജ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ അതിപ്പോൾ ഇവിടെ ഉന്നയിക്കാൻ പറ്റില്ല, ചട്ടം അനുസരിച്ച് ഇപ്പോൾ ഉന്നയിക്കുന്നത്, നോട്ടീസ് തരണം എന്നൊക്കെ. ചട്ടം നോക്കില്ല, ഞങ്ങൾ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളായി, പ്രതിപക്ഷം ബഹളായി. ഈ ബഹളത്തിനിടയിൽ പണ്ടൊക്കെ ബഹളം ഉണ്ടാക്കിയാൽ ബഹളം കൂട്ടും, അല്ലെങ്കിൽ വാക്കോട്ട് നടത്താൻ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ ബഹളത്തിലാണ് ഈ മൊയ്തീൻ എണീറ്റ് ഇടനാഴിക്കുളത്ത് നേരെ നടുത്തളത്തിലേക്ക് ഇറങ്ങും, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. അദ്ദേഹം നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ വേറെ ചില മുമ്പന്മാരുകൾ അത് കൂടി. അപ്പോൾ ഇതിനിടയിൽ ചെന്ന ഉടനെ ഒരു 5-6 പേര് ചാടി അങ്ങ് ഡൈസ് കയറുന്നു, അധ്യക്ഷ വേദി കയറുന്നു, ബഹളമായി. അവിടെ ഇരുന്ന മൈക്ക് വലിച്ചൊടിക്കുന്നു, പേപ്പർ എടുത്ത് എറിയുന്നു, പിന്നെ ഈ ടൈം യൂസ് എല്ലാം എടുത്ത് ഭയങ്കര പരാക്രമം. സ്പീക്കർക്ക് കയ്യേറ്റം ചെയ്യുമോ എന്ന് പോലും സംശയിക്കും. ഇപ്പോൾ ദ ഹോൾ അസംബ്ലി സ്പെൽ ബൗണ്ടാണ്, സ്തംഭിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോ മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി എന്തെങ്കിലും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസമാണ്. അതിന് വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഭരണപക്ഷവും അതെ, മന്ത്രിമാരും അതെ, വിസിറ്റേഴ്സും അതെ, പത്രക്കാരും എല്ലാം പിൻ ഡ്രോപ്പ് സൈഡിൽ ഇവരുടെ ബഹളമല്ല ഒന്നും ഇങ്ങനെ കിട്ടും. മറ്റുള്ള പ്രതിപക്ഷക്കാരിലും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇവർ 6-7 പേര് ബഹളം ചെയ്യും. പാവം നമ്മുടെ അവരം പോറ്റി സ്പീക്കർ ഭയന്നുപോയി. അദ്ദേഹം എണീറ്റ് പോകുന്ന പോക്കിലാണ്, ചേമ്പലടുത്താണ്, അടുത്ത് പോകുന്ന ഇന്നത്തെ സഭ പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയത്. പിന്നീട് അടുത്ത ദിവസം ഇവരെ 5 പേരെ സസ്പെൻഡ് ചെയ്തു. AV ആര്യൻ, MP ചിവാവ, മൊയ്തീൻ, പിന്നെ EM ജോർജ്, പ്രഭാരത്തണ്ട സംഭവിച്ചു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് നിയമസഭയിൽ കാണുന്ന അരുതാത്തത്, സംഭവിച്ചിട്ടില്ലാത്തതും അരുതാത്തതും ആദ്യത്തെ സംഭവം.